ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇടാത്തതുകൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും നമ്മൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇന്ന് എന്തായാലും ഇതാ വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തത് ഒരു കുഞ്ഞു ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ദോശ ചുട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ സമയം ഒരു 10:45 11 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ഈ നേരത്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. ഇവാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ഹോൾക്കുള്ള കുറച്ച് ചോറ് ഞാൻ റേഷൻ അരി കുക്കറിലിട്ട് ഒരു കിഴങ്ങ് കൊണ്ട് കൂട്ടാനും ഉണ്ടാക്കി ഓളെ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വീണ്ടും പോയി കിടന്നിട്ടുണ്ടായിരുന്നു. തലേദിവസം അത്യാവശ്യം നല്ലപോലെ ലേറ്റ് ആയിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവ പോയതിന് ശേഷം ഞാൻ വീണ്ടും പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 10:30 10:45 ആ ഒരു ടൈമിലാണ് പിന്നെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് കേട്ടോ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ അതാ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയെന്നും ഇനി വേണം നമുക്ക് ഉച്ചക്കൽക്കുള്ള ചോറും കറിയും ഒക്കെ റെഡിയാക്കാൻ കേട്ടോ. കാരണം ഓൾക്കുള്ളത് മാത്രം കുറച്ച് ചോറ് ഞാൻ വെച്ച് ഊറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ റേഷൻ അരി. പിന്നെ വേറെ എക്സ്ട്രാ കൂട്ടാനും കാര്യം എനിക്കൊന്നിനും കണ്ണന്നെ നേരെ എന്താ പറയുക നീക്കാൻ വയ്ക്കുന്നില്ല പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. കാരണം അത്രത്തോളം ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം നമ്മൾ കേക്ക് ഉണ്ടാക്കണ വീഡിയോ ചെയ്തല്ലോ, ആ കേക്കൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് നമ്മൾ കിടന്നപ്പോഴേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയും അത് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ 2 ദിവസത്തെ ഉറക്കക്ഷീണം നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അന്ന് തന്നെ നമ്മൾ ആ കേക്ക് ഉണ്ടാക്കലും കാര്യങ്ങളും തുടങ്ങിക്കണേന് 11 മണി കഴിഞ്ഞിട്ട്. പിന്നെ അതൊക്കെ ഉണ്ടാക്കി തിന്ന് കുറച്ച് നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സിനും ഇളയച്ചനും ഓല് പോയി. പിന്നെയാണ് കേട്ടോ നമ്മൾ കിടന്നിട്ടുണ്ടാകുന്നത്. ഇന്നലെ അതുപോലെ അത്യാവശ്യം നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ തിങ്കളാഴ്ചക്കത്തെ വീഡിയോ ആണ്. ഞായറാഴ്ച ആയിരുന്നു കേട്ടോ സിനുവിനെ കൊണ്ടുപോകുന്നത്. അതൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒരുപാട് പേര് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തവരായിരുന്നു കേട്ടോ. ഒട്ടുമിക്ക ഒരു 90% ആളുകളും. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാ അങ്ങനെ സിനു പോയിട്ടുണ്ട് കേട്ടോ പ്രസവത്തിന്. ഇനിയിപ്പോൾ അതാ ചോറിനുള്ള അരി ഞാൻ കഴുകിങ്ങാണ്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈസി കുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പയറും കാര്യങ്ങളൊക്കെ നരിയാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഇന്ന് നല്ല നാടൻ ലഞ്ചാണ് കേട്ടോ. ഒരുപാടായിട്ടോ ഞാൻ ഇങ്ങനെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ചെയ്തിട്ടും അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടും. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചപ്പോൾ എന്തോ ഒരു മനസ്സുഖം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചോറ് ഞാൻ ഈസി കുക്കിൽ തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പയറുപ്പേരി തന്നെ അവിടെ പയറിന് വേണ്ടിയിട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ പയർ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ മീൻ വന്നപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെമ്പല്ലിയും അതേപോലെ തളയനും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിംഗ് ബോർഡ് നമ്മളുടെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുമ്പോൾ അത് മാറ്റിക്കൂടിയ പ്ലാസ്റ്റിക് അല്ലേ മരത്തിൻ്റെ വാങ്ങിച്ചുകൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അതപ്പോൾ ഈ കാണുന്ന ഈ ഒരു കട്ടിംഗ് ബോർഡ്. പക്ഷെ അതിൻ്റെ കോലം കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിലൊന്നും അത് ശരിക്കും നിൽക്കുന്നില്ല കേട്ടോ. ഇനി നിൽക്കുന്നവർക്ക് ഉണ്ടാവും. പക്ഷേ എൻ്റെത് പെട്ടെന്ന് കരിമ്പനെ കടിച്ച് കാണാനൊരു വൃത്തി ഇല്ലാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നെ വലിയ വൃത്തികേടൊന്നും കാണുമ്പോൾ തോന്നൂലല്ലോ വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ അതാ മീനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ കഴുകിയപ്പോൾ മൊത്തത്തിൽ നന്നാക്കിയിട്ട് ഒക്കെപ്പാടെന്ന് വേണമെന്നൊന്നും വിചാരിക്കണ്ട, ഒക്കെപ്പാടെന്ന് വേണ്ട കേട്ടോ. ഞാൻ കഴുകിയപ്പോൾ ഞാൻ രണ്ടും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് മസാല തേച്ച് പിന്നെ ഇന്നൊക്കെ വേണ്ടത് എടുത്ത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് കേട്ടോ ഈ ഒരു ചെമ്പല്ലി എന്ന് പറയുന്നത്. അത് ആ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളവിടെ ഈ ഒരു മീനിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളിവിടെ ചെമ്പല്ലി അതേപോലെ തളയൻ എന്നാണ് കേട്ടോ ഈ 2 മീനിനും പറയാം. അതിൽ ആ റെഡ് കളറിൽ കാണുന്നില്ലേ, അതാണ് കേട്ടോ ചെമ്പല്ലി. ഇനിയിപ്പോൾ അത് ആ മീനിനുള്ള മസാലയും കാര്യങ്ങളും ഞാൻ കുറച്ച് കോൺഫ്ലോറൊക്കെ ഇട്ടുകൊണ്ട് ചിക്കൻ ഫ്രൈ ആക്കുന്ന രീതിയിലാണ് കേട്ടോ ഇന്ന് മീൻ പൊരിച്ചിട്ടെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊരിച്ചെടുത്തപ്പോൾ ആ ഒരു മുകളിൽ ആ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനൊന്ന് വരഞ്ഞ് ഇനിയിപ്പോൾ മസാലയ്ക്കൊന്ന് പുരട്ടി എടുക്കുകയെന്ന്. അപ്പം അങ്ങനെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് പയറുപ്പേരിയും അതുപോലെ തന്നെ പിന്നെ ഇപ്പം എന്താ മീൻ,
പിന്നെ കറിയും. ഒരു വലിയ ലഞ്ച് പ്രിപ്പറേഷനൊന്നും അല്ല കേട്ടോ, ഒരു സിമ്പിളായിട്ട് ഒരു നാടൻ ഊണ് എന്നൊക്കെ പറയില്ലേ അതുപോലെ കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ പൊരിച്ചെടുക്കുക കേട്ടോ. ഉച്ചക്കൽക്കുള്ളത് മാത്രമേ പൊരിച്ച് കൊടുക്കുന്നുള്ളൂ, രാത്രിക്കൽക്കുള്ളത് ഇനി അപ്പോൾ പൊരിക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് ചൂടോടുകൂടി കഴിക്കാനാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. പിന്നെ നമുക്ക് പണി എളുപ്പമാക്കാം എന്നുള്ളതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ രാത്രികൾക്കുള്ളതും കൂടെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നെടുത്ത് ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ മീൻ അവിടെ പൊരിക്കാൻ വെച്ച് ഇപ്പുറത്ത് ഇതാ ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് ഉള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പയറിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മീൻ ഇവിടെ ഒരു സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ അപ്പോഴേക്കും നമ്മളുടെ ഉള്ളി അവിടെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി പയർ വേവിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് തൂമിച്ചാണ് വെക്കുന്നത് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ വേവിച്ചിട്ട് പിന്നെ തൂമിക്കും. ഇന്നിപ്പോൾ അതാ തൂമിച്ചിട്ട് പിന്നെ തൂമിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ടും പാടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. ആദ്യം വേവിച്ചെടുത്തിട്ടില്ല. അപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പയർ ഞാൻ അരിഞ്ഞപ്പോൾ മൊത്തത്തിൽ അങ്ങ് കട്ടാക്കി എടുത്തു എന്ന് മാത്രം. പക്ഷേ ഇന്നക്ക് വേണ്ടത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ കൊണ്ടുവരുന്ന ടൈമിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ കട്ടാക്കിയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ചെയ്യുമ്പോൾ എടുത്തിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഒരാഴ്ചക്കുള്ള പച്ചക്കറിയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊക്കെ അല്ലേ പച്ചക്കറി വണ്ടിയൊക്കെ വരിക. അപ്പോൾ അങ്ങനെ ഒരാഴ്ചക്കുള്ള പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ ഒരാഴ്ചക്കുള്ള വെജിറ്റബിൾസ് വാങ്ങി അതൊക്കെ കട്ടാക്കിയിട്ട് നമ്മുടെ സൺഡേ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസമല്ലേ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് മൺഡേ മുതൽക്ക് സ്കൂളും ഓഫീസും കോളേജും എന്ന് പറഞ്ഞ പോലെ എല്ലാം അതുള്ള ദിവസമായിരിക്കും, വർക്കിംഗ് ഡേ ആയിരിക്കും. അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്ക് പിടിച്ച ഇതിൽ നമുക്കൊക്കെ കൂടെ ചിലപ്പോൾ എന്താ പറയുക മാനേജ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് മീൻ പൊരിച്ചെടുത്ത് പിന്നെ അതാ ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മളുടെ ഉപ്പേരി അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ കറി കണ്ടില്ലേ, പച്ചക്കായും പരിപ്പുമാണ് കേട്ടോ ഇന്ന് കറി വെക്കുന്നത്. തേങ്ങയൊക്കെ അരച്ചിങ്ങാണ്ട് കുമ്പളങ്ങ ഉണ്ടാകുന്നില്ല കേട്ടോ. എന്നൊരു കഷ്ണം കുമ്പളങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാകും. കുമ്പളങ്ങയും പച്ചക്കായും പരിപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് കറി വെച്ചിട്ട് അതിക്ക് മീൻ വറുത്തതും പയറുപ്പേരിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. വേണമെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് 2 പപ്പടം കൂടെ പൊരിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതാ പച്ചക്കായും പരിപ്പും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുക്കർ അടച്ചു കൊടുത്തെങ്ങാണ്ട് മുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ. അവിടെ ക്ലിപ്പ് കട്ടായിപ്പോയി. കുക്കർ ഞാനവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇതാ ബാക്കിയുള്ള പയർ ഞാൻ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് സ്കൂളുള്ള ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കുക, കഴുകുക, കുക്ക് ചെയ്യുക, അത്രേ പണിയുള്ളൂ കേട്ടോ. കട്ട് ചെയ്യാനും ഇതാക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ റൈസ് കുക്കറിൽ വെച്ചിട്ടുള്ള ചോറ് ഞാനൊന്ന് വെന്തിക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം എന്താ പറയുക വീഡിയോ വോയിസും കാര്യങ്ങളൊന്നും കൊടുത്തില്ലല്ലോ. അത് കാരണം ഇന്ന് നല്ല പോലെ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. എന്താണ് പറയേണ്ടത് ഇതാക്കേണ്ടത് ഒരു തപ്പിപ്പിടുത്തം വരിക പറയില്ലേ, അതിൻ്റെ പുറമെ എനിക്കിന്ന് തീരെ ഒന്നിനും മൂടില്ലാത്തൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. ഒന്നിനും തോന്നുന്നില്ല പറയില്ലേ, നമ്മൾക്ക് മൊത്തത്തിൽ മൈൻഡ് ഒരു എന്താ പറയുക സെറ്റാവാത്ത പോലെ അറിയില്ലേ. അത് കാരണം ഒന്നും പറയാനും ഒന്നും തോന്നുന്നില്ല. ഇന്നും വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും എന്താ വീഡിയോ ഇടാത്തേ, കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അയ്യോ വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ആ ഒരു കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് തരുന്നുണ്ട് കേട്ടോ, ഒരു കമൻറ്റും തരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചോറ് ഞാൻ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ചോറ് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ടാകുന്നു. അപ്പോൾ ഞാൻ 2 നേരത്തിനും കൂടെ ഉള്ളത് വെച്ചു കേട്ടോ. കാരണം അത്യാവശ്യം ഇപ്പോൾ ഒരു 12:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഏകദേശം നമ്മളുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. മീനായി, ഉപ്പേരിയായി, ചോറായി. ഇനിയിപ്പോൾ കറിയും കൂടെ ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി. അതും അവിടെ കിടന്നുങ്ങാണ്ട് വിസിലടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 നേരത്തിനും കൂടെ ഉള്ള ചോറ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോറ് ഞാനവിടെ ഊറ്റി മാറ്റി. ഇനിയിപ്പോൾ ആ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. കഞ്ഞിവെള്ളം ആരും അങ്ങനെ കുടിക്കുകയൊന്നും ചെയ്യൂല കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് എടുത്ത് വെച്ച് നാളെ ഞാനതെന്ത് ചെയ്യും, കറിവേപ്പിനോ മുരിങ്ങാ തയ്യനോ അങ്ങനെ എന്തിനേലൊക്കെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ലതാണ്. ഇതൊക്കെ തണുപ്പല്ലേ, അപ്പോൾ അതിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കുക്കർ അവിടെ കിടന്ന് വിസിലടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ചട്ടിയിൽ നിന്ന് പയറുപ്പേരി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ
ചട്ടികളൊക്കെ അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ തന്നെ അടുക്കള ഒന്ന് ഒരു എന്താ പറയുക ഒരു ഒതുക്കം കിട്ടിയ പോലെ തോന്നും കേട്ടോ. നിരത്തി പാത്രങ്ങൾ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആ റൈസ് കുക്കറൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണ് ക്ലീൻ ആക്കിയപ്പോൾ ഇനിയിപ്പോൾ അതാ കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ്. പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല, തക്കാളി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിന്ന് പുളിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അവിടെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരു ക്വിക്കായിട്ടൊരു ക്ലീനിങ് എന്ന് പറയില്ലേ, പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്നൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് എടുക്കുകയാണ് കേട്ടോ. മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ പച്ചക്കായും അതുപോലെ തന്നെ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ക്ലീനിങ് കുറച്ചീശെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ കറിക്കുള്ള തേങ്ങ അരച്ച് പിന്നെ ഞാനത് വറവിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് നല്ല പച്ചക്കായും അതുപോലെ തന്നെ പരിപ്പും കറിയും പിന്നെ പയറുപ്പേരിയും മീൻ വറുത്തതും നാരങ്ങ അച്ചാറും. ഞാൻ പറഞ്ഞല്ലോ വേണമെന്നുണ്ടെങ്കിൽ 2 പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫുഡ് എന്ന് പറയുന്നത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നതിന് മുമ്പാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒരു 1:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, നല്ല വിശപ്പുണ്ടായിരുന്നു. ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ എന്താ പറയുക അടിക്കാനും തുടക്കാനും തിരുമ്പാനും കുളിക്കാനും ഒക്കെ നിൽക്കാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ അതല്ലേ പണിയുള്ളൂ. ഇപ്പോൾ പിന്നെ ളുഹർ ബാങ്ക് അസർ ബാങ്ക് കുറച്ച് വൈകിട്ടായതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ. മറ്റേത് നേരത്തെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പണിയൊരുക്കണം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. തുണികൾ മെഷീനിലിടാനുണ്ട്, പിന്നെ അടിച്ചുവാരിയ തുടക്കുക, ഇതന്നെ പിന്നെ പണിയുള്ളൂ. എന്നിട്ട് പിന്നെ കുളിക്കാൻ പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ അടിച്ചുവാരൽ ഞാൻ ഇവിടെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കർട്ടനും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കടീൻ്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല്ലി ശല്യം ഇല്ലേ എന്നുള്ളത് കേട്ടോ. ആകെ അവിടെ ഉണ്ടെങ്കിൽ തന്നെ പല്ലിയുടെ ശല്യം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു ജീവികളെ കൊണ്ടും പ്രാണികളെ കൊണ്ടും ഒരു ശല്യമല്ല. പാറ്റ, എലി അതുപോലെ അങ്ങനെയുള്ളതൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പല്ലിയുടെ ശല്യം നല്ല പോലെ ഉണ്ട് കേട്ടോ. കാരണം വെള്ള പെയിൻ്റ് ഉള്ളതോടത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പല്ലികൾ വരും. അത് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, വെള്ള കളറുള്ളടത്ത് പല്ലികൾ വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പല്ലിയുടെ ശല്യം നല്ല പോലെ ഉണ്ട്. കർട്ടൻ്റെ പിന്നിൽ കൂടെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചൂടല്ലേ, എന്തെങ്കിലും തണുത്തത് കുടിക്കാൻ ഭയങ്കരമായിട്ടൊരു പൂതി കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കി നോക്കുമ്പോൾ ലിച്ചി ഉണ്ടല്ലോ, അതാണുള്ളത്. എനിക്കത് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും തണുത്തതിനോട് വേണം എന്നുള്ളൊരു ടെൻഡൻസി വന്നപ്പോൾ ലിച്ചിയെങ്കിൽ ലിച്ചിന്ന് കരുതിയിട്ട് എടുത്ത് കുടിച്ചതാണ്. വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല അതിന്, അതിൻ്റെ ഫ്ലേവർ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ കുടിക്കും, അങ്ങനെയുള്ളൂ കേട്ടോ. അപ്പോൾ കാക്കു വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്നങ്ങാണ്ട് കുടിച്ച് ഇനിയിപ്പോൾ അതാ തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടക്കലും കൂടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഒരു 2:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുളിക്കാനും കാര്യങ്ങൾക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാനക്കുട്ടി ഇതിനിടയിൽ കൂടെ ആൾക്ക് പനിയും കാര്യങ്ങളൊന്നും മാറിയതിന് ശേഷം പിന്നെ ഞാൻ അംഗൻവാടിയിലൊന്നും കൊണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം ജലദോഷം നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഏകദേശം ഒന്ന് സെറ്റായിട്ട് പിന്നെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മാറി ഇങ്ങനെ വരുന്നുണ്ട്, ഫുള്ളായിട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓള് തറവാട്ടിലായിട്ടും അപ്പുറത്തെ വീട്ടിലായിട്ടൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വലവാടിക്ക് പോയിട്ടില്ലെങ്കിൽ പിന്നെ ഇതാണ് അവസ്ഥ, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കൂല. ഇനിയിപ്പോൾ അതാ വൈകുന്നേരം ഞാൻ ചായക്കുള്ള സ്നാക്സ് ഉണ്ടാക്കാന്ന് കേട്ടോ. പൂവടയാണ് ഉണ്ടാക്കുന്നത്, പൊരിച്ച പൂവട. നമ്മളുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ചായക്ക് സ്കൂൾ വിട്ട് വന്ന ആ ഒരു ടൈമിൽ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ചാടിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ സംസാരം കേട്ടിട്ട് ബോറടിച്ചിക്കണോന്നൊന്നും അറിയൂല. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മൊത്തത്തിൽ എന്തോ ഒരു വർത്താനം പറയാനൊന്നൊരു സുഖമില്ലാത്ത മാതിരി അറിയില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ആക്കുക. നാളെ മുതൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എടുക്കാമെന്ന് പറയണില്ല, പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ എനിക്ക് തീരെ എടുക്കേണ്ട മൂഡ് ഉണ്ടാവില്ല. ഇൻഷാ അല്ലാ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ പൂവട ഇവിടെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.